നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ തലവനാണെന്ന് വിചാരിക്കുക. നാളെ രാവിലെ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ഒഫീഷ്യൽ തീരുമാനം കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ ഓഹരി വിലകൾ ഒന്നുകിൽ തകർന്നടിയും, അല്ലെങ്കിൽ ആകാശത്തോട്ട് കുതിച്ചുയരും. ആ തീരുമാനം എന്താണെന്ന് ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അങ്ങനെയെങ്കിൽ ആ തീരുമാനം പുറത്തുവിടുന്നതിന് കൃത്യം 24 മണിക്കൂർ മുമ്പ് നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ട് വഴി ആ കമ്പനികളുടെ കോടിക്കണക്കിന് രൂപയുടെ ഷെയർ വാരിക്കൂട്ടിയാൽ അതിനെ എന്താണ് നാം വിളിക്കേണ്ടത്? അമേരിക്കയിൽ ഇതിനെ ഇൻസൈഡർ ട്രേഡിംഗ് വിവാദം എന്നാണ് വിളിക്കുന്നത്. എൻ്റെ തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇൻസൈഡർ ട്രേഡിങ്ങിനെ പറ്റി വിശദമായി വിവരിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയ ശേഷം തൻ്റെ അധികാരവും സ്വന്തം ബിസിനസ്സും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് 2026 ജൂലൈ ആദ്യം US ഗവൺമെൻറ് പുറത്തുവിട്ട 927 പേജുകളുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ട്രംപ് വെറും ഒരു പ്രസിഡന്റ് മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം $2.2 ബില്യൺ, അതായത് ഏകദേശം 18,000 കോടിയോളം രൂപ സമ്പാദിച്ച ഒരു മെഗാ ബിസിനസ്സുകാരൻ കൂടിയാണ്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായി ലളിതമായി ഒന്ന് പരിശോധിക്കാം. വെൽക്കം ടു സാദിക് ടോക്സ്. കഥ തുടങ്ങുന്നത് ട്രംപിൻ്റെ വിഖ്യാതമായ താരിഫ് യുദ്ധത്തിലാണ്. വിദേശത്തു നിന്നുള്ള ഇറക്കുമതിക്ക് വൻതോതിൽ നികുതി കൂട്ടാൻ ട്രംപ് തീരുമാനിച്ചപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് വല്ലാതെ ഒളിഞ്ഞു. പല വലിയ കമ്പനികളുടെയും ഷെയറുകൾ താഴോട്ട് പോയി. എന്നാൽ കളി മാറിയത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ്. ചൈനയുമായുള്ള നികുതി തർക്കം മുറുകുന്നതിനിടയിൽ ഏപ്രിൽ 8-ന് ട്രംപിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടുകൾ അതീവ രഹസ്യമായ ഒരു വലിയ നീക്കം നടത്തി. അവർ കയ്യിലുള്ള ഒരു ഷെയർ പോലും വിൽക്കാതെ ആപ്പിൾ, എൻവിഡിയ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ 327 കമ്പനികളുടെ ഓഹരികൾ വൻതോതിൽ വാങ്ങിക്കൂട്ടി. ഏകദേശം $1,200 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ്. തൊട്ടടുത്ത ദിവസം രാവിലെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതി, ഇപ്പോൾ ഓഹരികൾ വാങ്ങാൻ പറ്റിയ സമയമാണെന്ന്. കൃത്യം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തി. എന്താണെന്നറിയാം പ്രഖ്യാപനം നിങ്ങൾക്ക്? പല രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നികുതികൾ 90 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തുന്നു. ടെമ്പററി പോസ്. റിസൾട്ട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. മാർക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. S&P 500 ഇൻഡെക്സ് ഒറ്റയടിക്ക് 10% ഉയർന്നു. ട്രംപിൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ കമ്പനിയായ DJTയുടെ വാല്യൂ മാത്രം ഒറ്റ ദിവസം കൊണ്ട് കൂടിയത് $415 മില്യൺ. അമേരിക്കൻ നിയമപ്രകാരം പ്രസിഡന്റ് ഇത്തരം വലിയ ഇടപാടുകൾ നടത്തിയാൽ 45 ദിവസത്തിനകം ജനങ്ങളെ അറിയിക്കണം. എന്നാൽ ഒരു വർഷത്തോളം വൈകി ഈ ജൂലൈയിൽ മാത്രമാണ് ട്രംപ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇതിന് ഗവൺമെൻറ് അദ്ദേഹത്തിന് ചുമത്തിയ ഫൈന് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? വെറും $200. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് പ്രതിപക്ഷമായ ഡെമോക്രാറ്റ്സും എത്തിക്സ് സംഘടനകളും ആരോപിക്കുന്നത്. റിപ്പോർട്ടിലെ മറ്റ് 2 പ്രധാന ഉദാഹരണങ്ങളും കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ ഓഗസ്റ്റ് 18-ന് ട്രംപിൻ്റെ അക്കൗണ്ട് ചിപ്പ് നിർമ്മാതാക്കളായ ഇൻ്റലിന് ലക്ഷക്കണക്കിന് ഓഹരികൾ ഇന്റലിൻ്റെ ഓഹരികൾ മേടിച്ചു. കൃത്യം 4 ദിവസത്തിന് ശേഷം വൈറ്റ് ഹൗസ് ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നു. അമേരിക്കൻ ചിപ്പ് നിർമ്മാണ മേഖലയെ സഹായിക്കാൻ ഇന്റൽ കമ്പനിയിൽ US ഗവൺമെൻറ് $9 ബില്യൺ പാർട്ട്ണർഷിപ്പ് നൽകുന്നു. സ്വാഭാവികമായും ഇന്റലിൻ്റെ ഷെയർ വില കുതിച്ചുയരും. ട്രംപിന് വൻ ലാഭവും. US ഡിഫൻസ് കോൺട്രാക്ട് ഉള്ള AI ഡാറ്റ കമ്പനിയായ പാലൻറ്റിൻ്റെ ഓഹരികൾ ട്രംപും അദ്ദേഹത്തിൻ്റെ ടീമിലെ പ്രധാനിയായ സ്റ്റീഫൻ മില്ലറും വൻതോതിൽ വാങ്ങി. തൊട്ടു പിന്നാലെയാണ് ഈ കമ്പനിക്ക് US ഗവൺമെൻറ്റിൻ്റെ $100 മില്യൺ പുതിയ കരാറുകൾ ലഭിക്കുന്നത്. സാധാരണക്കാരായ ഒരു വ്യക്തിയാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന കുറ്റത്തിന് ജയിലിൽ പോയനെ. പക്ഷെ ഇവിടെയാണ് അമേരിക്കൻ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ. താൻ സ്വന്തമായി എടുക്കുന്ന നയങ്ങൾക്ക് മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് പ്രവചിക്കാൻ പ്രസിഡന്റിൻ്റെ പ്രത്യേക രഹസ്യ വിവരങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് സാങ്കേതികമായി ഇതിനെ കുറ്റമായി കാണാൻ കഴിയില്ലെന്നാണ് ലീഗൽ വിദഗ്ധർ പറയുന്നത്. താൻ നേരിട്ടല്ല, മക്കൾ നോക്കുന്ന ഒരു ട്രസ്റ്റ് വഴിയാണ് ബിസിനസ് നടക്കുന്നത് എന്നാണ് മറുപടിയിൽ ട്രംപിൻ്റേത്. എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം ട്രംപിൻ്റെ വരുമാനം വെറും ഓഹരി വിപണിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പണ്ട് ട്രംപ് എന്നാൽ റിയൽ എസ്റ്റേറ്റ് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ട്രംപിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം ക്രിപ്റ്റോ കറൻസിയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം ക്രിപ്റ്റോ ബിസിനസ്സുകളിൽ നിന്ന് $1 ബില്യൺ, അതായത് 8,000 കോടി രൂപ ട്രംപ് കുടുംബം സ്വന്തമാക്കി.
ഇതാണ് ഒഫീഷ്യൽ കണക്ക്. അമേരിക്കയെ ലോകത്തിൻ്റെ ക്രിപ്റ്റോ തലസ്ഥാനമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ മാർക്കറ്റ് ആകെ ചൂടുപിടിച്ചു. ട്രംപ് കുടുംബത്തിൻ്റെ സ്വന്തം ക്രിപ്റ്റോ സംരംഭമായ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ വഴി പുതിയ ക്രിപ്റ്റോ പ്രൊഡക്റ്റുകൾ വിറ്റഴിച്ചതിലൂടെ മാത്രം $500 മില്യൺ വരുമാനം ഉണ്ടായത്. ഇതുകൂടാതെ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുഖം പതിപ്പിച്ചിറക്കിയ മെമ്മോ കോയിൻ്റെ വിൽപ്പനയുടെ മാത്രം $600 മില്യൺ ലഭിച്ചത്. ഇവിടെ കൗതുകകരമായ മറ്റൊരു കാര്യമുണ്ട്. സാധാരണക്കാരായ ട്രംപ് ആരാധകർക്ക് പിന്നീട് വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടു. കാരണം ലോഞ്ചിന് ശേഷം ഇതിൻ്റെ വാല്യൂ കുത്തനെ ഇടിഞ്ഞു. കാലിഫോർണിയയിലെ ഗവർണർ ഇതിനെ വിമർശിച്ചത് ഇങ്ങനെയാണ്: ട്രംപ് കൂടുതൽ പണക്കാരനായി, പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രിപ്റ്റോ ആരാധകർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. വിമർശകർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള ബിസിനസ് ഇടപാടുകളിലാണ്. ട്രംപ് ഭരണകൂടം പല വിദേശ രാജ്യങ്ങളുമായും യുദ്ധസഹായങ്ങളും നികുതിയും ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി അടുത്ത ബന്ധമുള്ള കമ്പനികളിൽ നിന്ന് ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിലേക്ക് കോടികൾ ഒഴുകി വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. UAEയിലെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് മാത്രം $millions ലൈസൻസിംഗ് ഫീ ആയി ലഭിച്ചു. കൂടാതെ UAE ഗവൺമെൻറ്റിൻ്റെ ബന്ധമുള്ള ഒരു സ്ഥാപനം ട്രംപിൻ്റെ ക്രിപ്റ്റോ കമ്പനിയിൽ വൻ നിക്ഷേപം നടത്തിയതായും ആരോപണമുണ്ട്. സൗദി രാജകുടുംബവുമായി അടുത്ത ബന്ധമുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ വഴി $millions ട്രംപിൻ്റെ അക്കൗണ്ടിലെത്തിയെന്നാണ് ആരോപകർ. ഇതൊക്കെ പോരാഞ്ഞിട്ട് തൻ്റെ പേര് വെച്ച് വിൽക്കുന്ന ലക്ഷറി വാച്ചുകളിലൂടെ $44.7 മില്യൺ ട്രംപ് ബ്രാൻഡഡ് ബൈബിളുകൾ, പെർഫ്യൂമുകൾ എന്നിവയിലൂടെ ദശലക്ഷക്കണക്കിന് ഡോളർ വേറെയും സമ്പാദിച്ചു. അമേരിക്കൻ ചരിത്രത്തിൽ മറ്റൊരു പ്രസിഡന്റും പദവിയിലിരിക്കുമ്പോൾ ഇത്തരമൊരു വൻകിട കച്ചവടം നടത്തിയിട്ടില്ല. ഈ വൻ വിവാദങ്ങളോട് ട്രംപിൻ്റെയും വൈറ്റ് ഹൗസിൻ്റെയും മറുപടി വളരെ ലളിതമാണ്. താൻ പ്രസിഡന്റ് ആകുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകം അറിയുന്ന വലിയൊരു ബിസിനസ്സുകാരനാണെന്നാണ് ട്രംപ് പറയുന്നത്. തൻ്റെ ബിസിനസ്സുകൾക്ക് പൂർണ്ണമായും നിയമപരമായി പ്രവർത്തിക്കുന്നതാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ ഉയരുന്നതുകൊണ്ടാണ് സ്വന്തം ആസ്തികളുടെ വാല്യൂ കൂടുന്നത്. ഈ ബിസിനസ് രീതികൾ സാങ്കേതികമായി നിയമവിരുദ്ധമല്ലായിരിക്കാം. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ ചോദ്യം നിയമത്തിൻ്റെ അല്ല, ജനാധിപത്യത്തിൻ്റെ മര്യാദകളുടെയാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്ന ഏറ്റവും ശക്തനായ വ്യക്തിക്ക് ആ തീരുമാനങ്ങൾ വഴി സ്വന്തം അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ശരിയാണോ? രാഷ്ട്രീയ അധികാരവും സ്വകാര്യ ബിസിനസ്സും ഒന്നിച്ചു പോകാൻ അനുവദിക്കാമോ? അതോ ജനാധിപത്യത്തിൽ ഇതിന് വ്യക്തമായ അതിരുകൾ വേണമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.